നമ്മൾ വളരെ പെട്ടെന്ന് ഈ കുന്നുമ്മൽ എത്തിയ സമയത്ത് പരിചയമുള്ളൊരു മുഖം കണ്ടു. നമസ്കാരം മാഷേ, നമ്മുടെ നാട്ടുകാരനാണ് സന്തോഷ് മാഷ് അല്ലേ? ഏതുകൊണ്ട് നാട്ടിലൊക്കെ പോകാറുണ്ടോ ഇടയ്ക്ക്? ഓ, ഇന്ന് ഇതിനു വേണ്ടി ഷൂട്ടിന് വേണ്ടി നിന്നതാ. അത് ശരി. എന്തുകൊണ്ട് വിശേഷം? ഇങ്ങനെ പോകുന്നു. ഒരു മിമിക്രി ആർട്ടിസ്റ്റ് കൂടിയാണ് കേട്ടോ. എന്റെ നാടിന്റെ അഭിമാനമാണ്. കാരണം ഡിഗ്രിക്കും PGക്കും 1ാം റാങ്ക് മേടിച്ച് എനിക്ക് ഏറ്റവും വലിയ മിസ്സിംഗ് എന്ന് വെച്ചാല് പഠിപ്പിക്കാൻ സാധിച്ചില്ല. കൂടെ ഉള്ളവരെ പഠിപ്പിക്കാൻ പറ്റി. അനീഷ് മറ്റുള്ളവരെയൊക്കെ ഡിഗ്രിക്ക്. പൊളിറ്റിക്കൽ സയൻസ്. അതെ. അപ്പൊ അതുകൊണ്ട് അത് മാത്രം ഒരു മിസ്സിംഗ് ആയി പോയി. മാഷും കുട്ടികളൊക്കെ സുഖമായിരിക്കുന്നോ? എല്ലാവർക്കും സുഖമാണ്. കുട്ടികളൊക്കെ സ്മാർട്ടായിരിക്കുന്നു. ഞാൻ കാണാറുണ്ട് ഇടയ്ക്ക്, ഇങ്ങനെ ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. മാഷിന്റെ മിമിക്രി കല ഒന്ന് വളരെ പെട്ടെന്ന് നമുക്കൊന്ന് കണ്ടാലോ? നമ്മുടെ സ്ഥാനത്തിന്റെ ശബ്ദം ഇരിക്കും. അത് പറ്റില്ല. സുരേഷ് ഗോപി മനസ്സിൽ സ്നേഹിക്കുന്ന എന്തോ ഡീലുണ്ട്. സന്തോഷ് മാഷ് ഫേവറേറ്റ് ആണ്. ഷിറ്റ് ഗോപി നമ്മുടെ അടുത്ത ആളാണ്. പ്രത്യേകിച്ച് മലപ്പുറത്തിന്റെ ആ സൗഹൃദം, ആ ഒരു വലിയ ഒരു തണല്. എന്റെ 35ാം അനുകരണ വർഷത്തില് അൺക്രൗണ്ട് കിങ്ങിനോടൊപ്പം മീഡിയയില് ഒപ്പം ഈ നാടിന്റെ നമ്മുടെ എനിക്കിപ്പോൾ അടുത്ത സമയത്ത് ഒരുപാട് വൈറലായി വന്നു നമ്മുടെ കെ മാണി സാറിന്റെ ബഡ്ജറ്റ്. കാരണം കെ മാണി സാറിന്റെ ബഡ്ജറ്റും തോമസ് ഐസക് സാറിന്റെ ബഡ്ജറ്റും കൂടെ തോമസ് ഐസക് സാറിന് മുമ്പ് വെച്ച് അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ കെ മാണി സാറിന്റെ ഓർമ്മകളിലേക്ക് ഇത് സത്യമാണ്. ഇന്ത്യൻ എക്കോണമി economic system it consists of isolated and self-sufficient ability. It wants are unlimited but means are scarce. അല്ലാതെ ബഡ്ജറ്റ് ചോർന്ന എന്ന് പറയുന്നത് യാതൊരു വാസ്തവമില്ല. തോമസ് ഐസക് സംശയമൊന്നുമില്ല. ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതൊക്കെ സമയത്തെ വളരെ മനോഹരമായിട്ടാണ് മാണി സാർ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് അല്ലേ? എക്സാക്ട് സൗണ്ടാണ്. ഗുഡ് മാഷേ. പിന്നെ വേറെ ഒരു ശബ്ദം കൂടി ആയാലും നമ്മുടെ പന്നിയൻ രവീന്ദ്രന്റെ മുമ്പിൽ വെച്ച് അവതരിപ്പിച്ചിട്ടുണ്ട്. ആണോ? ഇവിടെ മലപ്പുറത്ത് വെച്ച്. അതെ. മുടി മുറിക്കില്ല എന്ന് ശബ്ദം ചെയ്ത പാർട്ടിക്കാരുടെ പ്രശ്നമല്ലോ. പാർട്ടി ഏതാണ്? CPI ആണ്. ആറ് പാർട്ടിയാണ്? എമ്മന്റെ പാർട്ടിയാണ്. ആറ് പാർട്ടിയാണ്, യാതൊരു പ്രശ്നമില്ല. ഉള്ളൂരാണ് നിൽക്കുന്നത് രാജൻ, തൃശ്ശൂരാണ് നിൽക്കുന്നത് ആലങ്കോട്, പുള്ളൂരാണ് നിൽക്കുന്നത് അജയ് പ്രസാദ്. യാതൊരു പ്രശ്നമില്ല. പാർട്ടി അന്ന് സ്വാതന്ത്ര്യം കിട്ടിയത് 47. ആരാ ഇന്ത്യ ഭരിച്ചത്? കൊള്ളക്കാര്. ആരാണ്? ബ്രിട്ടീഷുകാർ. യാതൊരു പ്രശ്നമില്ല. ആൽസല സഹവേ അതിങ്ങനെ ഏറി കുറഞ്ഞ് ഇങ്ങനെ പോകും. അടിപൊളിയായിട്ടാണ് മാഷേ. താങ്ക് യു മാഷേ. കണ്ടതിൽ വളരെ സന്തോഷം. എനിക്കാണ് ഏറ്റവും വലിയ ഒരു സന്തോഷമുള്ള സൗഹൃദം. ഒരു വിളിപ്പാട് അകലെയാണെങ്കിൽ നമുക്ക് ഇപ്പോഴാണ്. താങ്ക് യു മാഷേ. ഉഷാറായിരിക്കട്ടെ കാര്യങ്ങൾ. എനിക്ക് ഒരുപാട് നന്ദി. പ്രത്യേകിച്ചും എന്റെ പ്രിയ സുരേട്ടനോട് ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സന്തോഷ് മാഷേ. അപ്പോ ഉഷാറാണല്ലോ കാര്യങ്ങൾ. നമുക്ക് ചായയൊക്കെ കുടിച്ചോ? നിങ്ങൾ ചായ കുടിച്ച് നമുക്കൊരു ചായയൊക്കെ കുടിച്ച് നമുക്ക് വർത്താനൊക്കെ പറയാം. എങ്ങനെയുണ്ട് ഇവിടുത്തെ മൊത്തത്തിൽ ചൂട്? അന്തരീക്ഷ താപനില ചൂടായി വരുന്നതേ ഉള്ളൂ. കച്ചവടക്കാരാണോ അതോ മറ്റു ജോലികളാണോ? ഞങ്ങളൊക്കെ വേറെ ജോലിക്കാരാണ്. എക്സ്-എംപ്ലോയി ആണ്. ഞാൻ ഗൾഫാണ്. അത് ശരി. പ്രവാസിയാണ്. നമ്മളെ ചേട്ടാ എവിടെ പോന്നു? കച്ചവടമാണോ മറ്റെന്തെങ്കിലും ജോലിയാണോ? ടാക്സി ഉണ്ട്. ടാക്സി ഡ്രൈവറാണ്. ആണോ? ഓക്കെ. പ്രവാസിയായിരുന്നു. എവിടെയായിരുന്നു? ദുബായിലായിരുന്നു. ദുബായിലൊക്കെ ഈ വാർത്ത കേൾക്കുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടോ? പിന്നല്ലാതെ ടെൻഷൻ ഉണ്ട് അല്ലേ? നമ്മുടെ നാട്ടിൽ വന്ന് വീഴുന്ന പോലെയാ ദുബായിലൊരു മിസൈലും ഡ്രോണും ഒക്കെ വീണെന്ന് കേട്ടാ അല്ലേ? ടെൻഷനാണ്. ആണല്ലേ? മലപ്പുറത്തിന് എങ്ങനെ ഇത്തവണ മാറുമോ? തെരഞ്ഞെടുപ്പിൽ എന്താ ചിത്രം മൊത്തത്തിൽ? കേരളത്തിൽ മൊത്തത്തില് അതിലൊരു മാറ്റം. ടാക്സി ഡ്രൈവർ എന്ന നിലയിൽ ചേട്ടൻ LDF തുടരണമെന്ന് പറയുന്ന എന്താ കാര്യം? ഇന്നിപ്പോ ഈ കണ്ണ് തുറന്ന് കാണാൻ പറ്റണ എന്തെല്ലാണ്ട് കേരളത്തില് പിണറായി ഗവൺമെന്റ് എല്ലാ വികസനവും എന്തെങ്കിലും പറയാണ്ടോ? ഒന്നുമില്ല. റോഡ്, സ്കൂള്, ഹോസ്പിറ്റല്. എന്താ വേണ്ടത്? പെൻഷൻ സാധാരണക്കാരന് വേണ്ട 2000 രൂപ ചില്ലറെ. അത്യാവശ്യം മരുന്നും കാര്യങ്ങളൊക്കെ 3000 തരാന്നാ പറയണേ. അത് 18 മാസം കൊടുക്കാത്തവർ ഇനി 3000 കൊടുക്കണം. വിശ്വസിക്കുന്നില്ലേ? 5 ഗ്യാരണ്ടി ഉണ്ട്. 600 രൂപ 2000 രൂപ ആക്കിയത് സർക്കാർ. അത് കൃത്യമായി കൊടുക്കുന്നുണ്ട്. അന്ന് 18 വർഷം മാസം മുടങ്ങി കിടന്ന പെൻഷനും കൂടി നമ്മൾ സർക്കാർ കൊടുത്ത് തീർത്തു. 18 മാസം ഇല്ല എന്നുള്ളത് മറ്റേ വിവരാവകാശ രേഖ പ്രകാരം തോമസ് ഐസക് കൊടുത്തതല്ലേ നിയമസഭയിൽ? 18 മാസം ഇല്ലായിരുന്നു. അല്ല, വെറും 3 മാസം മാത്രമേ ഉള്ളൂ എന്നുള്ളത് രേഖാമൂലം നിയമസഭയിൽ പറഞ്ഞല്ലേ? തോമസ് ഐസക്കിന്റെ മറുപടി അല്ലേ? മന്ത്രി തോമസ് ഐസക് നിയമസഭയിൽ കൊടുത്ത മറുപടിയാണ് 3 മാസം ഉണ്ടായിരുന്നുള്ളൂ. 18 മാസം എന്നുള്ളത് ഫേക്കാണ്.
100%. അതൊക്കെ വെറുതെ ആവർത്തി എന്താക്കാൻ 18 മാസം വാങ്ങിയ ആൾക്കാർ എന്താ ചെയ്യണ്? ഇത് ഒന്നിച്ച് വാങ്ങിയ ആൾക്കാരുണ്ടല്ലോ. എവിടെ 18 മാസം എവിടെ വാങ്ങി? കുറച്ചുപേര് വാങ്ങിച്ചു, കുറച്ചുപേര് മൊത്തമല്ല. ഒരു വിചാരിച്ചു ചോദിക്കട്ടെ, അങ്ങനെ സംഭവിച്ചിട്ടില്ല. ഇത് വെറുതെ ഫേക്ക് ന്യൂസ് ആണ്. ഇത് നിയമസഭയിൽ ആധികാരികമായ രേഖയാണ്, തോമസ് ഐസക് കൊടുത്ത രേഖയാണ്. മറുപടി ചോദ്യത്തിന് മറുപടി കൊടുത്താണ് നിയമസഭയിൽ. അതെങ്ങനെ ഫേക്ക് ആവും? 10 കൊല്ലായി LDF ഒന്ന് ഇനി പുറത്തിരിക്കട്ടെ. UDF ഭരിക്കും, ഉറപ്പാ UDF ഭരിക്കും. പുതിയ കാലഘട്ടത്തിനനുസരിച്ച് UDF തന്നെ വരണം. LDF 10 വർഷം ഭരിച്ച് ആകെ മുടിച്ചിരിക്കുകയാണ്. കാരണം 1.5 ലക്ഷം കോടി ഉള്ളത് എത്രയാ? 4-6 ലക്ഷം കോടിയായി നമ്മുടെ കടം. അപ്പൊ ഈ UDF തന്നെ ഭരണത്തിൽ വരും. 10 വർഷം തുടർച്ചയായിട്ട് UDF വരും. കേരളത്തിലെ ഒരു നേതാവ്, കേരളത്തിലെ ഒരു ഏറ്റവും വലിയ ലീഡറുള്ള മുഖ്യമന്ത്രി, കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്നല്ലോ, ഒരു സ്വന്തം പാർട്ടിക്കാരോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് വീട്ടിൽ പോയി പറയാം, സ്വന്തം പാർട്ടിക്കാരോട്. ഒരു നേതാവ് കേരളത്തില്, ഞാൻ ജനിച്ചിട്ട് ഇത്ര ദിവസമായി, ഒരു നേതാവ് സ്വന്തം പാർട്ടിക്കാരന്റെ മുഖത്ത് നോക്കിയിട്ട് ഇതുപോലുള്ളൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. അതന്നെയാണ് ഈ സർക്കാരിന്റെ ഏറ്റവും വലിയ പരാജയം. പൊതുയോഗത്തിൽ അല്ല, ചോദ്യോത്തരമേള അല്ല ഇത്. പൊതുയോഗം നടക്കുക. പൊതുയോഗത്തിൽ നടക്കുമ്പോ അവിടെ കടന്നിട്ട് എനിക്ക് പറയാണ്ട് പറയാല. അല്ല, പൊതുയോഗം ഇപ്പൊ ഇവിടെ മിഞ്ഞാന്ന് ഇവിടെ കൺവെൻഷൻ ഉണ്ടായിരുന്നു. കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് ഒരു പെൺകുട്ടി ചോദിച്ചു, വളരെ അതിന് മറുപടി കൊടുക്കേണ്ട എന്റെ ബാധ്യതയാണ്. ആ ചോദ്യത്തിന് ഉത്തരം നൽകേണ്ട ഞാൻ ലീഡറുകൾക്ക് എന്റെ ബാധ്യതയാണ്. ചോദ്യം ചോദിക്കേണ്ട കാര്യം പറയും. ഇന്നിപ്പോ കോട്ടക്കുന്നിൽ കുഞ്ഞാൽ സാഹിബിന്റെ പര്യടനം ഉണ്ടായിരുന്നു. അവിടെ ഒരുപാട് ആളുകൾ ചോദ്യം ചോദിച്ചു, കാര്യങ്ങൾ പറഞ്ഞു. മൂപ്പര് കൃത്യമായിട്ട് അതിന് മറുപടി. അതാണ് ക്വാളിറ്റി. പൊതുയോഗത്തിൽ ചോദ്യമില്ല. പൊതുയോഗത്തിന് ചോദ്യം അവിടുത്തെ ലീഡേഴ്സ് ഉണ്ടാക്കിയ, സംഘാടകരുണ്ടാക്കിയത്. ചോദിച്ചാൽ പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ചോദിച്ചാൽ പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല. പക്ഷെ അല്ലെങ്കിൽ തല പോവും. ഒരു കാര്യം ചോദിക്കട്ടെ, അതിപ്പോ നമ്മള് ഇപ്പൊ ഇവിടെ ആശുപത്രി കെട്ടികൾ തകർന്ന് വീണ് ഒരു സ്ത്രീ മരിച്ചു. അവർ കുടുംബം എന്താ പറഞ്ഞത്? ഞങ്ങൾക്ക് പ്രശ്നമില്ല. കാരണം എന്താ, അവർക്ക് അപ്പൊ അതിനുള്ള PR വർക്ക് വേറെ ചെയ്യാണ്. അതിനുള്ള PR വർക്കുകൾ ചെയ്തതാണ്. എന്തായാലും സർക്കാർ മാറുമെന്ന് മാത്രമല്ല, ജനങ്ങൾ ദുസ്സഹമായിട്ടാണ് 10 വർഷം മുന്നോട്ട് പോയത്. കാത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും ജനങ്ങൾക്ക് മാറ്റത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഒരു സംശയമില്ല. അപ്പൊ നമുക്ക് നടക്കാം. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ നമ്മുടെ